ഇനി നമുക്ക് ഡി എഫ് എനർജിയിലും പിന്നെ ഡി എമ്മിലും ഉണ്ടാവാറുള്ള, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കൂടുതൽ ബ്ലോക്കേജ് വരുന്ന കേസിനാണ് ഞാൻ ഡി എമ്മിൻ്റെ അപ്പർ ചക്രാസ് പറഞ്ഞത്. അതേപോലെ കൂടുതൽ ബ്ലോക്കേജസ് വരുന്ന ഡി എഫിൻ്റെ ബ്ലോക്കേജസ് ആണ് ഇനി ലോവർ ചക്രയിലും. അത് ഡി എമ്മിന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡി എമ്മിൻ്റെ ബ്ലോക്കേജസും ഇതിലുണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൽ സോളാർ പ്ലക്സസ്, അത് ഹാർട്ട് ചക്രേൻ്റെ തൊട്ട് താഴെ വരുന്നത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റാലിറ്റി, അതായത് വിൽ പവറും ഡിസയർ, പേഴ്സണൽ അതോറിറ്റി, ഇതൊക്കെയാണ് മേജർ കാര്യങ്ങൾ. അതായത് നമുക്ക് ഡോമിനേറ്റിംഗ് കൺട്രോളിംഗ് ആയിരിക്കും. അതായത് നമ്മൾ ഇപ്പോൾ ആ ബ്ലോക്കേജ് വരികയാണെങ്കിൽ ബാക്കിയുള്ളവരെ നമ്മൾ ഒരുപാട് കൺട്രോൾ ചെയ്യും. അതായത് ഫെമിനൻ എനർജീനെ ഒരുപാട് എക്സ്റ്റേണൽ ഫോഴ്സിൽ നിന്ന് കൺട്രോൾ, അത് പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആയിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഡി എം പാർട്ട്ണർ ആയിരിക്കാം. നിങ്ങൾ ഇപ്പം അയാൾ കൺട്രോളിംഗ് ആയിരിക്കും. അതായത് അയാളുടെ ഹെവി രീതിയിലുള്ള പൊസസീവ്നെസ്സിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ആരോടും മിണ്ടാൻ പാടില്ല, നിങ്ങൾ ഇന്ന ആളോട് കണക്ട് ചെയ്യുക, നിങ്ങൾക്ക് സുഹൃത്തുക്കൾ പാടില്ല. പക്ഷേ ഈ പറഞ്ഞ ഡി എമ്മിന് ഇതെല്ലാം കുഴപ്പമില്ല. അത് ഹെവി ലെവൽ കൺട്രോളിങ്. അപ്പോൾ നമ്മൾ ആ കൺട്രോളിങ്ങിൽ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഡി എഫ് എനർജി ആ കൺട്രോളിങ്ങിൽ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്ര വീക്കാണെന്ന്. വീക്ക് അല്ലെങ്കിൽ ബ്ലോക്കേജ്, നല്ല ബ്ലോക്കേജ്. അതിൻ്റെ അളവ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം കൺട്രോളിങ്ങിൽ നിന്ന് കൊടുക്കുന്ന ആളാണെന്ന് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ അവർ കൺട്രോൾ ചെയ്യും. അത് നിങ്ങളുടെ ചിലപ്പം നോർമലി ഉള്ള നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡി എം പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ റിലേറ്റീവ്സ് ആയിരിക്കാം. നിങ്ങൾ എത്രമാത്രം അവരിൽ കൺട്രോളിൽ നിൽക്കുന്നു, പുറത്തേക്ക് ഇറങ്ങാണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ വാലിഡിറ്റിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, നിങ്ങളൊരു ഡ്രോയിങ് ചെയ്തു, നിങ്ങൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ നിങ്ങൾക്ക് വാലിഡിറ്റി കിട്ടിയേ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ഈ ഡി എം പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം പറഞ്ഞ പോലെ പാർട്ട്ണർ അയച്ചു കൊടുക്കും. പുള്ളി അത് മൈൻഡ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. പുള്ളിയുടെ നമുക്ക് പൊതുവേ ഉള്ള ഒരു ക്യാരക്ടർ, ഇവർക്ക് ഈഗോയിസ്റ്റിക് അധികമാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഒരു ഡി എഫ് വളർന്നു പോകുമോ എന്നുള്ള പേടി കൊണ്ടോ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകുമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഡി എഫിൻ്റെ ക്വാളിറ്റീസ് ഒന്നും ഇവർ അംഗീകരിക്കില്ല. കാരണം ഇവർ വിട്ടുപോകുന്നുള്ള ഫിയർ ബേസ്ഡ് എനർജി തന്നെയാണ് കേട്ടോ. അവിടെ ഒരു പൊസസീവ്നെസ്, ഹൈ പൊസസീവ്നെസ് എനർജി തന്നെയാണ് ഈ കാരണത്തിന് വേണ്ടി സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? ആ പൊസസീവ്നെസ് എനർജി കൊണ്ട് തന്നെ അവർ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ പറയും ഇല്ല, നന്നായിട്ടില്ല എന്ന് പറയും. അതോടുകൂടി ആ വരച്ച ചിത്രം ചിലപ്പോൾ കീറിക്കളയും. അല്ലെങ്കിൽ എന്തെങ്കിലും കലാരൂപങ്ങളാണെങ്കിലും ഡാൻസ് കളിച്ചിട്ടോ, റീൽസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പാചകം ചെയ്തിട്ട് വരും, സ്വന്തം ഹസ്ബൻഡിനും കൊടുത്തിട്ടുണ്ടാവും, വീട്ടുകാർക്കും. ഇതൊക്കെ വാലിഡിറ്റി വേണം. അതായത് നമുക്കറിയാം അത് നന്നായിട്ട് നമ്മൾ ചെയ്തു, നമ്മൾ അതിൽ ഏറ്റവും ടോപ്പും ആയിരിക്കും. പക്ഷേ ബാക്കിയുള്ള ആളുകൾ വാലിഡിറ്റിക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം. അവർ ഒരുപാടായിരിക്കും. ഈ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇതേപോലെ വാലിഡിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ആ വാലിഡിറ്റി ആവശ്യമാണ്. അപ്പോൾ ഇത് ഹീൽ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ളവരുടെ വാലിഡിറ്റി വേണ്ടാണ്ടാവും. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ജെന്യുവൻലി പറയുന്ന ചില ആളുകളുണ്ട്, അവർക്ക് അയച്ചു കൊടുക്കുക. അവർ നല്ലത് പറയും. ഇനി അത് അയച്ചില്ലെങ്കിലും നമുക്ക് നന്നായി തോന്നുവാണെങ്കിൽ അല്ലേ, ഇപ്പം നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു ഡാൻസോ റീൽസോ ഇട്ടു, എല്ലാവരും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ഡി എം പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ആരിൽ നിന്ന് നിങ്ങളിത് അറിയണമെന്ന് ആഗ്രഹിക്കുന്നോ അവർ നിങ്ങളടുത്ത് നെഗറ്റീവായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എന്ത് പറ്റും? നമ്മളവിടെ ഭയങ്കരമായിട്ട് പ്രശ്നത്തിലായി. എന്തിനിത് ചെയ്തു, എന്തിനാണ് എന്നെ വേണ്ട, ഇനി മതി, ഞാനിത് ചെയ്യുന്നില്ല, ഞാൻ നിർത്തി. അങ്ങനെ നിങ്ങൾ നിർത്തിവെച്ച കാര്യങ്ങളൊക്കെ ഈ സോളാർ പ്ലക്സസ് ചക്രയുടെ ബ്ലോക്കേജ് കൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ അവിടെ ഹീലിംഗ് കൊടുക്കുക. ആ മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ചക്ര എങ്ങനെ ഹീൽ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ജേണലിംഗൂടെ അങ്ങനെയുള്ള ഹീലിംഗ് മെത്തേഡ്സ്. ഇനി അടുത്ത വീഡിയോസൊക്കെ അങ്ങനെ കേട്ടോ, 7 ചക്രാസും അങ്ങനെ ചെയ്യുക. അതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹീലിംഗ് കിട്ടും കേട്ടോ. അതുകൊണ്ട് പറയുന്നതാണ്. ഇപ്പോൾ ചിലപ്പോൾ ഈ വലിയ വീഡിയോയിലായാലും പോലും നിങ്ങൾ കുറേ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഒരു കൗൺസിലിങ്ങിൻ്റെ ആ ഇതുപോലെ തന്നെ അത്രയും നമുക്ക് ശരിയായ പ്രശ്നത്തിലേക്ക് എനിക്ക് കണക്ട് ചെയ്യുന്ന കൗൺസിലിങ്ങുകളിലായിരിക്കും, ഒരു ഗൈഡൻസിലായിരിക്കും. കാരണം നിങ്ങളുടെ ശരിയായ പ്രശ്നം ഈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ശരിയായ പ്രശ്നത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്താൽ മാത്രമല്ല ആ പ്രശ്നത്തിന് നമുക്ക് ഹീലിംഗ് കൊടുക്കുക. അതിനാണ് ഞാൻ കൗൺസിലിംഗ് സെഷനും ഗൈഡൻസും എടുക്കണം എന്ന് പറയുന്നത്. കാരണം ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ പാറ്റേൺസ് ആയിരിക്കും ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ആ പാറ്റേൺസിന് ഹീൽ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അവരുടെ ബ്ലോക്കേജസ് മാറ്റാനും അതിലേക്ക് കണക്ട് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഗൈഡൻസ് എടുക്കണം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഗൈഡൻസ് എടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അതെന്ന് വെച്ചാൽ പല കണ്ടീഷൻസിലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. കാരണം ഞാൻ ആരെയും നിർബന്ധിക്കില്ല ഒരിക്കലും. നിങ്ങൾക്കെന്ന് വെച്ചാൽ അവരുടെ കണക്ടിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ സെഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു സമയത്ത് അത്രയും എഫേർട്ട് എടുത്തിട്ട് എൻ്റെ ഒരു സമയം മാറ്റി വെച്ചിട്ട് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് ഞാൻ ആരെയും നിർബന്ധിക്കില്ല, അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുക. അപ്പോൾ അങ്ങനെ കണക്ടിവിറ്റി വേണമെന്ന് തോന്നുന്നവർ മാത്രമായിട്ട് വരിക. അല്ലാണ്ട് വെറുതെ നമുക്ക് ഹീലാവണമെന്ന് ജെന്യൂൻ താല്പര്യമുള്ളവർ വരിക. അല്ലാണ്ട് ഞാൻ ആർക്കും ഈ പറഞ്ഞ പോലെ കണക്ടിവിറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ പാർട്ട്ണറുമായിട്ട് കണക്ഷൻ തരാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കുന്നൊന്നുമല്ല. ഞാൻ നിങ്ങളെ ഹീൽ ചെയ്യുക, നിങ്ങൾക്ക് സെൽഫ് എർത്തിലിരിക്കാനും നിങ്ങൾക്ക് അസ്വസ്ഥതകളും ബ്ലോക്കേജസും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കി തരാനാണ് ഞാൻ വരുന്നത്, ഈ സെഷൻ എടുക്കുന്നതും. അതിന് നിങ്ങൾക്ക് ജെന്യുവൻലി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സെഷൻ എടുത്ത് വരിക. നിങ്ങൾ അതിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ട്. അത്രയും കൗൺസിലിങ്ങുകൾ ഞാൻ എടുത്തിട്ടും ഒക്കെ അത്രയധികം ഞാൻ റിവ്യൂ റിപ്പോർട്ടോ കാര്യങ്ങളൊന്നും ആർക്കും ആവശ്യപ്പെട്ടിട്ടുമില്ല ഇതുവരെ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പറയാം, ഞാൻ ആരുടെ അടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല.
ഇപ്പോൾ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് എടുത്ത ഒരുപാട് പേരെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 4 മാസത്തിൽ ഒരുപാട് പേര് ഹീലായാലും വളരെയധികം ഹാപ്പിനെസ് ഉണ്ട് എനിക്ക്. ഞാനൊരു ജെന്യൂൻ റിപ്പോർട്ട് ആരുടെ അടുത്തും ചോദിച്ചിട്ടുമില്ല. എനിക്കൊരു റിവ്യൂ തരുമെന്നോ അതിൻ്റെ ഒരു സാധനം എടുത്തിട്ട് ഞാനൊരു പോസ്റ്റ് ചെയ്തിട്ടുമില്ല അവിടെ. കാരണം ഞാനിതൊരു ബിസിനസ്സായിട്ട് കണക്കാക്കുന്നില്ല എന്തായാലും. ആരുടെയും ഒരു പേഴ്സണൽ കാര്യത്തിനെ പറ്റി പറയുന്നതല്ല. എന്നാലും ഞാൻ ഇങ്ങനെ ജെന്യൂൻലി പലരും ഇങ്ങനെ പ്രശ്നത്തിൽ വരുമ്പോഴുണ്ടല്ലോ നമുക്കൊന്ന് ഹീലായി കാണുന്നുണ്ട്. അവർ ഇപ്പോൾ ഞാൻ ഈ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഹാപ്പിനെസ് എന്താണെന്നും ആ ഹാപ്പിനെസ്സിലേക്ക് അവരും കണക്ട് ചെയ്ത് പോകണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് പല ഹീലിംഗ് മെത്തേഡ്സും പഠിപ്പിച്ചു കൊടുക്കുന്നതും. സെഷൻ എടുത്തിട്ട് അവർ ആ ഹീലിങ്ങിലേക്ക് കണക്ട് ചെയ്യുമ്പോഴും ഓരോരുത്തരും നമുക്ക് ഈ സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഹാപ്പിനെസ് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് റിവ്യൂ ആയിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും കണക്ട് ചെയ്ത് വരുമ്പം എനിക്ക് അതിനുശേഷം കിട്ടുന്ന അവരുടെ ആ ഒരു സന്തോഷവും അവരുടെ അതിനുശേഷമുള്ള അവരുടെ ലൈഫ് ചേഞ്ചസാണ് ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രം വരിക. പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ സൈഡിലുള്ള കുറേ ഗൈഡൻസാണ് ബേസിൽ പറയാം. നിങ്ങളുടെ സ്റ്റോറി ലൈനൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. ഇത് ഞാൻ ഇത്രയും വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സ്റ്റോറി ലൈനല്ല ഞാൻ കേൾക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റോറി ലൈൻ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞ് ആ ട്രോമ ഞാൻ ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. അല്ലാണ്ട് നിങ്ങളുടെ ഹോൾ സ്റ്റോറി കാര്യങ്ങൾ ഞാൻ കേൾക്കാറില്ല പൊതുവെ എൻ്റെ സെഷൻസിൽ. എൻ്റെ അടുത്ത് സെഷൻ എടുത്തവർക്ക് അത് കറക്റ്റ്ലി മനസ്സിലാവും. ഓൾറെഡി സെഷൻ എടുത്തു കഴിഞ്ഞവർക്ക് ഞാൻ ഇതുവരെ സ്റ്റോറി ലൈൻ ചോദിച്ചിട്ടില്ല. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞ് അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ ഡ്രീം ഡീകോഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർ സ്വപ്നങ്ങളിൽ കണ്ട കാര്യങ്ങളൊക്കെ പറയുമ്പം അതും ഒരു രീതിയിൽ ചെയ്യാറുണ്ട്. കളർ റീഡിംഗ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് ആയിട്ട്. അതൊക്കെ അവർ സെഷൻ്റെ സമയത്ത് പറയുമ്പോൾ അവർക്ക് സെപ്പറേറ്റ് എടുത്ത് കൊടുക്കുന്ന അവരുടെ ആ കറണ്ട് അവസ്ഥകളെ പറ്റി പറയുന്ന പോലത്തെ കാര്യങ്ങളാണ്. നമ്മളൊരു ഹോറോസ്കോപ്പിലൊക്കെ പറയുന്ന പോലെ അവരുടെ ആ അവസ്ഥയും കുറച്ച് മുന്നോട്ടുള്ള കാര്യങ്ങളും അവർക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി കളർ റീഡിംഗ് എടുത്ത് കൊടുത്തിട്ടുമുണ്ട്. അപ്പം അങ്ങനെ കണക്ടിവിറ്റി ഉള്ളവർ വരിക. നിർബന്ധിച്ചിട്ടായിട്ട് പറയുന്നതായിട്ട് ഒരിക്കലും ചിന്തിക്കാനും പാടില്ല. കാരണം എങ്ങനെ ഹീൽ ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് അതല്ലേ നമുക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റുക. അപ്പം അങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോവുക. ഓക്കെ, അത് ചിലവർക്ക് കണക്ടിവിറ്റി കിട്ടൂലായിരിക്കും അതിൽ. അപ്പോൾ കണക്ടിവിറ്റി കിട്ടാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആ കണക്ടിവിറ്റി ആദ്യമേ ഇല്ലെങ്കിൽ കണക്ട് ചെയ്യാണ്ടിരിക്കുക. അതുകൊണ്ട് പറഞ്ഞാൽ. അപ്പോൾ അടുത്തത് നമുക്ക് എന്താണെന്ന് വെച്ചാലും സേക്രൽ ചക്രയിലേക്ക് കിടക്കാം. അതായത് നമുക്ക് ഇമോഷണലായിട്ടുള്ള ഒരു ബാലൻസിങ് ഇല്ലാത്തൊരവസ്ഥ, ഇമോഷണലി ഭയങ്കരമായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് എന്താണെന്ന് അറിയുന്നില്ല. ഈ പറഞ്ഞ പോലെ PCOD, OCD, അതുപോലെ തന്നെ മൈഗ്രെയിൻ പോലത്തെ ഇഷ്യൂസ്. അത് മൈഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ലെയറിൽ വരുന്നതാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ സേക്രൽ ചക്ര ബ്ലോക്കേജസ് ഉണ്ടാകുമ്പോഴാണ് മൈഗ്രെയിൻ കാര്യങ്ങൾ വരുന്നത്. PCOD റിലേറ്റഡ്, അതായത് റൂട്ട് ചക്രയും സേക്രൽ ചക്രയും നോർമലി ഒരു ലെയറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പരവളിക്ക് പോലെ ഒരു കണക്ടിവിറ്റി ഉള്ള 2 ചക്രാസാണ്. അത് ഞാൻ സെപ്പറേറ്റ് ചക്രാസിനെ പറ്റി സ്പെസിഫൈ ചെയ്തുള്ള വീഡിയോ ഇനി ചെയ്യാൻ പോകുന്നതിൽ ഞാൻ കറക്റ്റ്ലി അതിൻ്റെ ഹീലിംഗ് മാത്രമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഒരു വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. നമുക്ക് പാസ്റ്റ് റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞു ഹാർട്ട് ചക്രയിൽ ഉണ്ടാകുന്നത് നേരെ ക്യാരി ചെയ്ത് താഴേക്കാണ് വരിക. ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു ഫെമിനൈൻ എനർജിക്ക് സേക്രൽ ചക്രയിലാണ്. ഈ സേക്രൽ ചക്ര ബ്ലോക്കേജ് ആണ് ഒരു ഫെമിനൈൻ എനർജീനെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ബാധിക്കുന്നതും അവരെ PCOD എന്ന് വെച്ചാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു ഫെമിനൈൻ എനർജിക്കാണ് PCOD, OCD, മൈഗ്രെയിൻസ് ഒക്കെ ഏറ്റവും കൂടുതലുള്ള ആളുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DM പാർട്ണർ, അതായത് മെസ്കുലൈൻ പാർട്ണർ ഉണ്ടാവില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ വളരെ മൈന്യൂട്ട് രീതി, വളരെ കുറവ് പെർസെൻറ്റേജിലാണ് ആണുങ്ങൾക്ക് നമ്മൾ മൈഗ്രെയിൻ കണ്ടത്. മൈഗ്രെയിൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. സ്ട്രെസ്സും പ്രഷറും ഇതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സേക്രൽ ചക്രയിലാണ്. അപ്പോൾ ഒരു ഫെമിനൈൻ എനർജി ഏറ്റവും കൂടുതൽ ഹീൽ ചെയ്യേണ്ടതും സേക്രൽ ചക്രയാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് രാവണൻ്റെ നിധികുംഭം എന്ന് പറഞ്ഞത്, രാവണനെ എവിടെ അമ്പ് ചെയ്തിട്ടാണ് കൊല്ലാൻ പറ്റിയത്? ബാക്കി എല്ലായിടത്തും അമ്പ് ചെയ്തിട്ടും പറ്റിയില്ല. അതായത് രാവണൻ്റെ ആ ഒരു ഹെവി ഫെമിനൈൻ പവർ അതിൻ്റെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എന്തിലായിരുന്നു? ഈ പറഞ്ഞ പോലത്തെ നാഭിയിലിരിക്കുന്ന സേക്രൽ ചക്രയിൽ. അവിടെയാണ് ഐശ്വര്യങ്ങൾ ഉണ്ടായിരുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും അവിടെയാണ്. അവിടെ അമ്പ് ചെയ്തിട്ട് ആ ഒരു ഇത് കളഞ്ഞപ്പോഴാണ് അവിടെ രാവണനെ ഇല്ലാണ്ടാക്കാൻ പറ്റിയത്. അതായത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ അവരുടെ സേക്രൽ ചക്രയാണ് ഏറ്റവും കൂടുതൽ. കാരണം നമ്മൾ ഈ സ്റ്റോർ ചെയ്ത ഇമോഷൻസ്, സ്ട്രെസ്, ഗിൽട്ട്, എനർജി എല്ലാം വന്ന് സ്റ്റോർ ചെയ്യുന്നത് ഈ സേക്രൽ ചക്രയിലാണ്. അപ്പോൾ സേക്രൽ ചക്രയാണ് ഏറ്റവും കൂടുതൽ ഒരു ഫെമിനൈൻ എനർജി ഫോക്കസ് ചെയ്യേണ്ട ഹീലിങ്ങിന്. അതായത് ഹാർട്ട് ചക്രയിൽ നിന്ന് താഴേക്ക് ആ ഇമോഷൻസ് കൊണ്ടുവന്ന് അവിടെ സ്റ്റോർ ചെയ്യും. പിന്നെ അവിടെ പ്രശ്നമായി. പിന്നെ ഒരു അസ്വസ്ഥത, മൂഡ് സ്വിങ്സ്, എപ്പോഴും ഈ പറഞ്ഞ പോലെ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു പരിധി കൂടുതൽ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സേക്രൽ ചക്രയാണ് അല്ലേ? നമുക്കറിയാം ആ സമയത്ത് നമുക്കൊരു നിങ്ങളുടെ ഒരു പീരീഡ്സിൻ്റെ ടൈമൊക്കെ ആകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ആ സേക്രൽ ചക്രയുടെ അവിടെ കൂടുതൽ ഇമോഷൻസ് വന്ന് അടിഞ്ഞു കിടക്കും. അതുപോലെ ഭയങ്കര ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ആ സമയത്ത്. അപ്പോൾ അങ്ങനത്തെ ഫ്ലക്ച്വേഷൻസ് കൂടുതലുണ്ടെങ്കിൽ സേക്രൽ ചക്രയിൽ ബ്ലോക്കേജ് ഉണ്ട്. അത് ബാലൻസ് ആക്കാനുള്ള ഹീലിംഗ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. വാട്ടർ തെറാപ്പി ഹീലിംഗ് പോലുള്ള ഹീലിംഗ്സ് നിങ്ങൾ കറക്റ്റ്ലി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സേക്രൽ ചക്ര ബ്ലോക്കേജസ് നിങ്ങൾക്ക് അവിടെ മാറും. അതിന് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടും ഞാൻ ചെയ്യാം. പിന്നെ അടുത്തത് റൂട്ട് ചക്ര, ബാലൻസിങ്ങിന് ഏറ്റവും താഴത്തെ ചക്ര, ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ചക്ര എന്ന് പറയും. അതായത് ബാലൻസിങ് ആയിട്ട് നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുക. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ചിലവർ പറയും നമുക്ക് ഭയങ്കര അഹങ്കാരം. പക്ഷേ നമുക്കറിയാം നമുക്ക് അഹങ്കാരം ഒന്നും. നമ്മൾ ആലോചിച്ച് നമ്മളെല്ലാവരോടും എമ്പതി നിൽക്കുന്നതല്ലേ?
നമുക്ക് എന്താ അഹങ്കാരം? പക്ഷെ എല്ലാവരും പറയും നിനക്ക് ഭയങ്കര അഹങ്കാരം, നീ ഗ്രൗണ്ടഡ് അല്ല, നീ പറയുന്നതിൽ ഒരു കാര്യത്തിലും ഗ്രൗണ്ടഡ് അല്ല, നീ ഇതൊന്നും ചെയ്യാറില്ല. പക്ഷെ നമ്മൾ വിചാരിക്കും അയ്യോ നമ്മൾ ഇത്രയും പാവം പിടിച്ച് നമ്മൾ ആരും ദ്രോഹിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ നമുക്ക് ഗ്രൗണ്ടഡ് അല്ല എന്ന് പറയുന്നത്, അഹങ്കാരി എന്ന് വിളിക്കുന്നത്? നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. അതായത് ബാലൻസിങ് എന്ന് പറഞ്ഞ സാധനം, നമുക്ക് സ്റ്റെബിലിറ്റി ഇല്ല. നമ്മൾ എന്തിന് ജീവിക്കുന്നു? ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ആ പറഞ്ഞ പോലെ ഇൻഡ്യൂഷൻ, അത് ഞാൻ വെച്ചാൽ ഹയർ ചക്രാസിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് താഴെ വന്ന് റൂട്ട് ചക്രയിലും സേക്രൽ ചക്രയിലും ലാസ്റ്റ് 2 ചക്രയിലാണ് ഈ പറഞ്ഞ പോലെ സ്റ്റോറി നിൽക്കുന്നത് ബ്ലോക്ക് ആവുന്നത്. പക്ഷേ റൂട്ട് ചക്ര കംപ്ലീറ്റ്ലി ഒരിക്കലും ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് ആവാറില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് ആ സ്റ്റെബിലിറ്റിയിൽ, അതായത് ഒരു ഡിപ്രഷൻ ഫേസിൽ നിന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു പിടുത്തം കിട്ടുന്നത് തന്നെ ഈ പറഞ്ഞ പോലെ റൂട്ട് ചക്ര കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവാത്തതുകൊണ്ടാണ്. റൂട്ട് ചക്ര കംപ്ലീറ്റ് ബ്ലോക്ക് ആയ പിന്നെ നമുക്ക് കാല് നിലത്ത് വെക്കാൻ പറ്റത്തില്ല, ബെഡ് റെസ്റ്റ് തന്നെയായിരിക്കും അധികവും. കാരണം ഇത് ഗ്രൗണ്ടിങ് അല്ല, നമ്മൾ കാല് നിലത്ത് വെക്കുമ്പോൾ നമുക്ക് നിൽക്കാൻ ആ ലെവലിലുള്ള കാലിന് താഴേക്കുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും റൂട്ട് ചക്ര പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഫിസിക്കൽ സിംറ്റംസ്. അതും ഈ പറഞ്ഞ പോലെ അത് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹീലിംഗ് മെത്തേഡ്സ് ആയിട്ട് ഉള്ള വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ട്, സെഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അന്നേരം ഞാൻ പറയുന്നുണ്ട്. വാട്ടർ തെറാപ്പി ഹീലിംഗ് മെത്തേഡ്സ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അതിലും വന്നിട്ട് നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടുക അതിൽ നിന്ന്. അപ്പോൾ ഈ ഫിയർഫുൾ എനർജി ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമുക്ക് എപ്പോഴും പേടിയായിരിക്കും, അയ്യോ ഞാൻ എന്ത് ചെയ്യുക, എനിക്ക് മുന്നോട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നിട്ട് ഇത് ചിന്തിച്ച് അവിടെ ഒന്ന് ഹീൽ ചെയ്ത് മേലെ പോകുമ്പോഴേക്കും സേക്രൽ ചക്രയിൽ അവിടെയും പിന്നെ വിശ്വാസക്കുറവ്, ഞാനിത് ചെയ്യണോ വേണ്ടയോ. ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവില്ല, സഹായങ്ങൾ ഉണ്ടാവും, ബാങ്ക് ലോൺ പാസ്സായിട്ടുണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ ആട്ടോ പറയുന്നത്. നിങ്ങളൊരു ഫേം തുടങ്ങാൻ വേണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയായിരിക്കും. ആ സമയത്ത് എന്ത് പറ്റും? നിങ്ങൾക്ക് ബാങ്ക് ലോൺ കിട്ടിയിട്ടുണ്ട്, ആൾക്കാരുടെ പ്രശ്നങ്ങൾ, നിങ്ങൾ ഓരോ റീസൺസ് നിങ്ങൾ കണ്ടുപിടിക്കും. ഈ 2 ചക്രാസും പ്രത്യേകിച്ച് റൂട്ട് ചക്ര ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സേക്രൽ ചക്രേൻ്റെ പകുതി ബ്ലോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ റീസൺസ് കണ്ടുപിടിക്കും. കാരണം നിങ്ങൾക്ക് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. നിങ്ങൾ നോക്കി ആദ്യം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ? നിങ്ങളുടെ പാരൻസ് സമ്മതിക്കില്ല, പാർട്ണർ സമ്മതിക്കില്ല, DM സമ്മതിക്കില്ല, അല്ലെങ്കിൽ ബ്രദർ സമ്മതിക്കില്ല, നാട്ടുകാർ സമ്മതിക്കില്ല എന്നൊക്കെയുള്ള കുറേ റീസൺസ് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ കിട്ടും. പക്ഷേ അങ്ങനത്തെ റീസൺസ് ഒന്നും നിലവിലുണ്ടാവില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. പക്ഷേ അതെല്ലാം ഓരോന്ന് ക്ലിയർ ചെയ്ത് വരുമ്പോഴും നിങ്ങൾക്ക് ശരിയായ രീതിക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും, അല്ലെങ്കിൽ ആ ഫേമോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങാനുള്ള ആ ഒരു ധൈര്യം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ ഈ 2 ലോവർ ചക്രാസും ബ്ലോക്കേജ് ആണ്. അതിന് നിങ്ങൾ ഹീൽ ചെയ്യുക, വിശ്വാസത്തിലേക്ക് വരിക, എനിക്ക് പറ്റും, തടസ്സങ്ങളില്ല എന്ന് സ്വയം മനസ്സിലാക്കുക. ഇതെല്ലാം സ്വയം ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുന്നതാണ്. ഓരോന്നും എടുത്ത് ഞാൻ പറഞ്ഞില്ല, എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഒരുമിച്ച് തീർക്കാൻ പറ്റില്ല, ഒരുമിച്ച് ഹീൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങളിത് ഒരുമിച്ച് തീർക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നം. നിങ്ങളുടെ പ്രശ്നത്തിന് ആദ്യം ഒബ്സർവ് ചെയ്യുക, നിങ്ങളുടെ എന്താണ് പ്രശ്നം. ഓരോന്നായിട്ട് നിങ്ങൾ ഓരോ പ്രശ്നത്തിനെയും നിങ്ങൾ എടുക്കുക, അതിനെ ജേണൽ ചെയ്ത് ഹീൽ ചെയ്യുക, അതിനെ തരണം ചെയ്ത് പോയാൽ അടുത്ത വരും. അതിനാണ് നമ്മൾ ഈ പറഞ്ഞ കർമ്മ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ പേടിപ്പിക്കുന്ന സംഭവം എന്നല്ല ഈ കർമ്മ വരട്ടെ, കർമ്മയ്ക്ക് ഞാൻ ആ കർമ്മയിൽ ജീവിച്ച് മുഴുകി തീർത്തോളാം, ഞാൻ ഇനി എന്തിനാണ് ജീവിക്കുന്നത്, എൻ്റെ ജീവിതം ഞാൻ മടുത്തു, ഞാൻ ഈ വിഷമത്തിലൂടെ ഞാൻ ജീവിച്ച് പോയിക്കോട്ടെ, എൻ്റെ വിഷമങ്ങൾ എൻ്റെ കാര്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെയ്ത ആളുകളോട് നമുക്ക് റിവെഞ്ച് എടുത്തോട്ടെ. ചിലപ്പോൾ പാരൻസ് ചിലപ്പം ഞങ്ങളുടെ കല്യാണം കഴിപ്പിച്ച് അയച്ചത് വേറൊരു ഫാമിലിയിലേക്കായിരിക്കും, നമുക്ക് നല്ല ഫാമിലിയിലേക്ക് അല്ലാത്തൊരവസ്ഥ, അവരോടുള്ള റിവെഞ്ച്, അവരെൻ്റെ അവസ്ഥ കാണട്ടെ, എന്നിട്ട് അവർ മനസ്സിലാക്കട്ടെ. അതേപോലെ തന്നെ DM പാർട്ണർ വന്ന് അയാളും കാണട്ടെ, എൻ്റെ ഈ അവസ്ഥ, ഈ മോശം അവസ്ഥ കണ്ടിട്ട് അവൻ സന്തോഷിക്കട്ടെ, അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ താറുമാറാക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, സേക്രൽ ആൻഡ് റൂട്ട് ചക്രാസ് കംപ്ലീറ്റ്ലി ബ്ലോക്കാണ്. നിങ്ങൾക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റില്ല. ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ PCOD കാര്യങ്ങൾ, OCD, ഹെവി മൈഗ്രെയിൻ, ഹെഡ് ഏക്ക്, ചിലപ്പം വൊമിറ്റിംഗ്, ഒരു വണ്ടിയിൽ പോലും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ആ ഗ്രൗണ്ടിങ് അല്ലാത്ത അവസ്ഥയിൽ നിങ്ങളൊരു ഉള്ളതിൽ, അത് ജസ്റ്റ് പറയുകയാണ്, ഹീലിംഗ് അല്ല, നിങ്ങൾ മാക്സിമം ചെരുപ്പിടാണ്ട് നടക്കുക, പുറത്തൂടെ ആണെങ്കിൽ പോലും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു അത്യാവശ്യം ഒരു ഹീലിംഗ് കിട്ടും. വാട്ടർ തെറാപ്പി ചെയ്യുക, ജേണലിങ് ചെയ്യുക, മഴ നനഞ്ഞോ പ്രശ്നമൊന്നുമില്ല, പക്ഷേ പിന്നെയും പോയി ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു അവസ്ഥ ആവാണ്ടിരിക്കുക. കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ത്രോട്ട് ചക്ര റിലേറ്റ് താഴേക്ക് ഇറങ്ങി വരും, അതേ പെയിൻസ് കാര്യങ്ങളുണ്ടാവും, തൊണ്ടവേദന പോലത്തെ. അപ്പോൾ മനസ്സിലാക്കുക, ഇങ്ങനത്തെ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ കയറണം. നിങ്ങൾ റിവെഞ്ച് സ്റ്റാറ്റസിൽ നിൽക്കാണ്ട് ആക്ഷൻ ഓറിയൻറ്റഡ് മുന്നോട്ട് പോകാൻ നോക്കുക. അത് പകുതി ഹീൽ ചെയ്യുമ്പോൾ നിങ്ങൾ അതോട്ട് കണക്റ്റ് ആവും. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഡിപ്രഷൻ സ്റ്റേജ് കയറി ആ ഡിപ്രഷൻ്റെ ടാബ്ലറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്തുക. നിങ്ങൾ ഹീലായാലേ നടക്കുള്ളൂ. ടാബ്ലറ്റ്സിന് കുറച്ച് കാലത്തേക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഡിപ്രഷനിലെ മരുന്നെടുക്കുന്നവർക്കുള്ള ഒരു അഡ്വൈസാണ്. ലോവർ 2 ചക്രാസ് ഹീൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. പതിയെ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ നിന്ന് മാറും. അല്ലാണ്ട് നിങ്ങൾ എത്ര മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ മെഡിസിൻ എടുത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ പതിയെ നിങ്ങളുടെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഹീലിംഗ് മെത്തേഡ്സ് നോക്കി അതിനനുസരിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ പകുതിക്കെ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മെഡിസിൻ്റെ ആവശ്യം വരില്ല. പിന്നെ നിങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ ഡോസേജ് കുറച്ചിട്ട് നിർത്തുകയോ അല്ലെങ്കിൽ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇനിയും അതിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നവരുണ്ടെങ്കിലാണ് പറഞ്ഞത്. ഈ ഹീലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ശാരീരിക സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും.
ലോവർ ചക്രാസ്, സൈക്കിൾ ചക്രയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ എന്തായാലും സ്കിൻ ഇഷ്യൂസ് ഉറപ്പാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ കടലിൽ പോയി കുളിക്കുന്ന മെത്തേഡ്സും കാര്യങ്ങളും ചെയ്യുക. നിങ്ങൾക്ക് തന്നെ മെത്തേഡ്സ് കണക്ട് ചെയ്ത് വരും, നിങ്ങൾ എന്ത് ചെയ്താൽ നന്നാവുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസ് മാറും, നടുവേദന മാറും. നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ സൈക്കിൾ ചക്ര പ്രശ്നമാണ്. ഒന്ന് കുനിയാനും നിൽക്കാനും പറ്റാത്തൊരവസ്ഥ, എപ്പോഴും ആ ഒരു ചക്രയിൽ നിങ്ങൾ അസ്വസ്ഥതയാക്കി നിങ്ങളുടെ സ്ട്രെസ് എനർജി മുഴുവൻ നിങ്ങൾ ആ എനർജി സെൻറ്ററിൽ കൊണ്ടുപോയി. അതിന് ഹീലിംഗ് ഇല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല. ഹീലിംഗ് ചെയ്തേ പറ്റൂ. ഇരുന്നും താക്കിയിട്ടും യോഗ പോലത്തെ മെത്തേഡ്സ് ചെയ്ത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്തുള്ള ഹീലിംഗ് നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അലർജി ഇഷ്യൂസ് ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോ സൈക്കിൾ ചക്ര റൂട്ട് ചക്ര ബ്ലോക്കേജ് ആണ്. ഹെവി അലർജി, എന്തിനോടും അലർജി. നമ്മുടെ വീട്ടിലെ പട്ടികളുടെ രോമം അല്ലെങ്കിൽ എന്ത് കഴിക്കും, പിന്നെ പതിയെ പതിയെ അലർജി കൂടി വരും. അത് നിങ്ങൾ അലർജി ടെസ്റ്റും കാര്യങ്ങളും എടുത്തതിന് ശേഷം നിങ്ങൾ ആ മരുന്ന് കഴിക്കണമെന്നില്ല. അതിനനുസരിച്ച് നിങ്ങൾ എവിടെ കുറയ്ക്കണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അവിടെയാണ് പറഞ്ഞ ആക്ഷൻ ഓറിയൻറ്റഡാണ് നിങ്ങൾ എടുക്കേണ്ടത് അല്ലേ. അവിടെ ആക്ഷൻ ഓറിയൻറ്റഡ് എടുക്കില്ല. നിങ്ങൾക്ക് ഈ ഇഷ്യൂസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാനോ അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകാനോ മടി ഉണ്ടാവുമായിരിക്കാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ആക്ഷൻ എടുക്കുക. ഒന്ന് പോയാൽ ടെസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ ഇപ്പം ഒരു അലർജി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി IG ടെസ്റ്റുകൾ പോലത്തെ പല ടെസ്റ്റുകളുണ്ടല്ലേ, അങ്ങനത്തെ ടെസ്റ്റുകൾ എടുത്ത് വെക്കുക. നിങ്ങൾ മരുന്ന് കഴിക്കണം ഞാൻ പറയുന്നില്ല. ആ ടെസ്റ്റുകൾ എടുത്തിട്ട് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഹീലിംഗ് ചെയ്തു പോവുക. വാട്ടർ തെറാപ്പി ഹീലിംഗ് ഒക്കെ ഭയങ്കര എഫക്റ്റീവാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റ് ആവുകയും നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വരും. ഈ സൈക്കിൾ ചക്രയും കാര്യങ്ങൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് മാറുന്ന കാര്യം. കാരണം നിങ്ങൾ ആക്ഷൻ എടുക്കും, സ്വാഭാവികമായിട്ടും ആക്ഷൻ എടുക്കും, ജോലി ചെയ്യും, ബിസിനസ് ചെയ്യാൻ നോക്കും, ബിസിനസ് ഐഡിയാസ് നിങ്ങളിലേക്ക് വരും. കാരണം ഹയർ ചക്രാസ് എല്ലാം ഓപ്പൺ ആണ്. ഒന്നോ രണ്ടോ ചക്രാസ് വളരെ സ്ലോയിൽ ബ്ലോക്ക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് തേർഡ് ഇൻഡ്യൂഷൻസ് വരും. നിങ്ങൾ എന്ത് ചെയ്യും, പുതിയ പുതിയ ഐഡിയാസ് വരും നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന്. പക്ഷെ അതിന് ഈ ലോവർ ചക്രാസിലെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ ഇത് മാറ്റി വയ്ക്കുക. നിങ്ങൾ ആ ഹീലിംഗ് മെത്തേഡിലേക്ക് കണക്റ്റ് ആവുക. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡീഷണലായിട്ട് ഹീലിംഗ് മെത്തേഡിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി തിരിച്ച് കിട്ടും. ഇരട്ടിയല്ല, ഒരു 100 ഇരട്ടി നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും. അതിന് കുറച്ച് ഹീലിങ്ങിന് വേണ്ടി നിങ്ങൾ മുടക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി മുടക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങളെ സെൽഫ് കെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മുടക്കുന്ന കാശ്, ആ കാശ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ഉപകരിക്കും. നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് ശരിയാണ്. നിങ്ങൾക്ക് ഇപ്പം ഒരു ഹെൽത്ത് കെയറിനോ കഴിക്കുന്ന ഭക്ഷണത്തിനോ ഇഷ്ടപ്പെടുന്ന സാധനത്തിനോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ക്രേവിംഗ് ഉള്ള സാധനമാണ്. അപ്പോൾ അവിടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ വൈറ്റമിൻസോ മിനറൽസോ എന്തെങ്കിലും കാര്യങ്ങൾ ലാക്കിംഗ് ആണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന കാര്യം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു ആശുപത്രിയിൽ പോകേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് മാറിക്കിട്ടും അല്ലേ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ഹാപ്പിനെസ്സിൽ പോവുക. പിന്നെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇറക്കാൻ നിങ്ങൾ പേടിക്കാണ്ടിരിക്കുക. ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ആ ഫിയർ ബേസ്ഡ് എന്തെങ്കിലും നിങ്ങൾ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും താഴെത്തട്ട അവസ്ഥയാണ്. നമ്മൾ പറഞ്ഞല്ലേ ഏറ്റവും താഴെ ലോ ലെവൽ തറ എന്നൊക്കെ പറയുന്ന അവസ്ഥ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അതിന് താഴേക്ക് നമ്മൾ പോവില്ലല്ലോ, ഉറപ്പല്ലേ. എല്ലാം മേളിലേക്കാണെന്ന് ആദ്യം ചിന്തിക്കുക. ഇനി എല്ലാ ലൈഫിലും മേലേട്ടാണുള്ളത്. അപ്പോൾ ഫിയർ എന്തിനാണ്? ഇനി എന്ത് പേടിക്കാനാ? ചില കണ്ടീഷനിൽ പറയും എനിക്ക് എന്തിന് ജീവിതം എനിക്കൊന്നുമില്ല, എന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കിനി ഇവിടുന്ന് അങ്ങ് പോയാൽ മതി. അങ്ങനെ ചിന്തിക്കുന്നവരെന്തിനാണ് പിന്നെയും പേടിക്കുന്നത്? അപ്പോൾ ആ പേടിയില്ലായ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ നിങ്ങൾ ആക്ഷൻ ഓറിയൻറ്റഡ് എടുക്കുക. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും ഓരോ കാര്യത്തിലേക്ക് കണക്ട് ചെയ്തിറങ്ങാനും ആ ധൈര്യത്തോടു കൂടി തന്നെ നിങ്ങളൊരു ജോലിയിലേക്കോ ബിസിനസ്സിലേക്കോ ചുവട് വെച്ച് ഇറങ്ങുക. നിങ്ങൾക്ക് കിട്ടും, കറക്റ്റ്ലി നിങ്ങൾക്ക് കിട്ടും. ഞാനാണ് പറയുന്നത്, നിങ്ങൾക്ക് കറക്റ്റ്ലി ഓരോ കാര്യങ്ങളും ഇൻഡ്യൂഷനും കിട്ടും, ഐഡിയാസും കിട്ടും. പക്ഷേ ഹീൽ ചെയ്യണം. ഓരോ ചക്രാസ് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഹീൽ ചെയ്യുകയാണെങ്കിൽ 100% ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. നിങ്ങൾ എൻ്റെ അടുത്ത് പറയും ഇതേപോലെ ശരിയായി എന്ന് നിങ്ങൾ കമൻസിൽ വന്നിട്ട് പറയും. ഈ ഓരോ കാര്യങ്ങളും കണ്ട് ഞാൻ ഹീലായി, അല്ലെങ്കിൽ ഞാൻ ആക്ഷൻ ഓറിയൻറ്റഡ് എടുത്തു, ഇന്നൊരു പുതിയ ആക്ഷൻ എടുത്തു, ഇതുപോലെ എഴുതി വെച്ചു, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി ചെയ്തു എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്യും. അതെനിക്ക് കാണുകയും വേണം. അതാണ് ആവശ്യം. അതിനാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ആ ഹീലിംഗ് നിങ്ങൾ കണക്റ്റായി പോകണം.